മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ദില്ലിയിലും മുംബൈയിലുമായി 2 ജയിലുകളിൽ ക്രമീകരണങ്ങൾ തുടങ്ങിയതായാണ് റിപ്പോർട്ട്. US സുപ്രീം കോടതി റാണയുടെ അപ്പീൽ തള്ളിയതിന് പിന്നാലെയാണ് കൈമാറ്റം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദ, എത്ര മണിയോടെയായിരിക്കും ഈ കൈമാറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക? മുംബൈ ഭീകരാക്രമണ കേസിലെ സുപ്രധാന സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യയിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെയും ഉണ്ടായിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ അമേരിക്കൻ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച, തഹാവൂർ റാണ US-ലുള്ള അമേരിക്കയിലുള്ള സുപ്രീം കോടതിയിൽ ഇന്ത്യയിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തുടർ നടപടികളുമായി അമേരിക്കൻ സർക്കാർ എത്തിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറ് കൂടിയായിരുന്നു ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുക എന്നുള്ളത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയോടുകൂടി ദില്ലിയിലേക്കോ അല്ലെങ്കിൽ മുംബൈയിലേക്കോ എത്തിക്കുമെന്നുള്ളതാണ് വിവരം. എന്തായാലും എവിടേക്കാണ് എത്തിക്കുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. അതേസമയം ഇന്ന് രാത്രിയോട് കൂടി ഇന്ത്യയിൽ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി, ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മുംബൈയിലും അതോടൊപ്പം ദില്ലിയിലും വിവിധ ജയിലുകളിൽ ഇയാളെ പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സുരക്ഷാ വിഭാഗവും അതോടൊപ്പം ആഭ്യന്തര വിഭാഗവും കൂടി ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ മുംബൈയിലേക്കാണോ അല്ലെങ്കിൽ ദില്ലിയിലെ ഏതെങ്കിലും ജയിലിലേക്കാണോ മാറ്റുന്നത് എന്നുള്ളതിൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അബ്ദുൾ റഷീദ്.